കിളി പോയ ലിയോനെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ നേരിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ കിളി പോയ ലിയോ. ഒരു മെയിൽ ഡോഗും ഒരു ഫീമെയിൽ ഡോഗും ഒരുമിച്ചൊരു വീട്ടിലുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഇതേപോലൊരു ഫേസിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടി വരും. അത്തരത്തിലുള്ളൊരു ഫേസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മുടെ ലാവി കുട്ടിക്ക് ഹീറ്റായി എന്നാണ് ലിയോൻ്റെ വാദം. പക്ഷേ ഞാൻ അത് സമ്മതിക്കില്ല. ലാവിക്ക് ഹീറ്റൊന്നും ആയിട്ടില്ല, ബ്ലീഡിംഗ് ഒന്നും കാണാനേ ഇല്ല. പക്ഷേ ഇവർക്ക് ഹീറ്റിനോടനുബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് കാരണം അവരുടെ യൂറിനിലൊക്കെ ഒരു സ്മെല്ലുണ്ടാവും. ഈ സ്മെല്ല് മെയിൽ ഡോഗ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്മെല്ലാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ലാവിക്ക് ഹീറ്റായി കഴിഞ്ഞാൽ ലിയോൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത്തരത്തിലാണ് ലിയോ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. അവൻ്റെ കാലിന് പ്രശ്നമുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ അവൻ കാല് വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കണ്ടോ? ഈ ഒരു സമയത്തൊക്കെ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെയായിരുന്നു പണ്ടൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് ലാവിയുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിച്ചപ്പം ഡോക്ടർ പറഞ്ഞു രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ലാവിക്ക് ഹീറ്റ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ ലാവിനെ മാറ്റിക്കഴിഞ്ഞാൽ ലിയോന് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റാത്തതുകൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ലിയോ ബോധത്തോടു കൂടിയിട്ടല്ല ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ലാവിനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി കുറച്ച് ദിവസം ലിയോൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും.